അവര് ചികിത്സിക്കാൻ കൊടുത്ത താമസമാണ്, ചികിത്സയ്ക്ക് പറ്റിയ പിഴയാണ് ആ കൊച്ചിന്റെ ജീവൻ പോയത്. അത് മോറലായിട്ട് സാറെങ്കിലും സമ്മതിക്കും. നിയമപരമായുള്ള നടപടി കേസെടുക്കുന്നത് 27 വയസ്സുള്ള ചെറുപ്പം സാറിന് ആലോചിച്ചു. പോലീസിനെ നിസ്സാരവൽക്കരിക്കാതെ സാറേ, 27 വയസ്സ് നടന്നാ സാറേ. ഒരു കുടുംബത്തിന്റെ അത്താണ് നഷ്ടപ്പെട്ട സംഭവം. ഒരു യുവാവ്, ഒരു 2 വയസ്സുള്ള പെൺകുട്ടിയുടെ പിതാവ്, ഇവർക്ക് കൊടുക്കാൻ സാധിക്കുമോ? മരണം സംഭവിച്ചത് 5 മണിക്ക് 4 മണിക്ക് ആന്റിവനം കൊടുത്തതിന് ശേഷം പറയട്ടെ, ഒരു പരാതി പറഞ്ഞാൽ ഇവിടെ കുറച്ച് സെക്യൂരിറ്റിമാരുണ്ട്, അല്ലെങ്കിൽ പോലീസ് വരും, പരാതിക്കാരനെ അറസ്റ്റ് ചെയ്യുക, പരാതിക്കാരനെ കേസെടുക്കുക, സെക്യൂരിറ്റിക്കാർ ബാക്കിൽ കൊണ്ടുപോയി ഇടിക്കുക. അതുകൊണ്ട് ഇവിടെ പരാതി പറയാൻ ആളില്ല. പാമ്പ് കടിയേറ്റ് വന്ന ഉടനെ അത് നടന്നാണ് കയറിയിട്ടുള്ളത്. അവിടെ പ്രാഥമിക ചികിത്സ നൽകിയെന്നാണ് അവർ പ്രതിപാദിക്കുന്നത്. ആന്റിവനം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കണ്ടേ? ഈ സ്ഥാപനത്തിൽ ഒരു സൂപ്രണ്ടുണ്ട്, ആ സൂപ്രണ്ട് ആരുമില്ല, ഒരാളില്ല. പോലീസ് വന്നിട്ട് 1.5 മണിക്കൂർ, ഞങ്ങൾ വന്നിട്ട് 2.5 മണിക്കൂറായി, ഒരാൾ പോലും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആരോട് ചോദിക്കാൻ? ഇവരാരും ഇങ്ങോട്ട് വരുന്നില്ല. അവർ വന്നു വരുന്നത് കറക്റ്റ് കാര്യങ്ങൾ വന്നാൽ അപ്പോൾ തീരും. അത് എസ് അങ്ങോട്ട് വിളിക്കാൻ പറ്റും. ഇവർക്കൊരു തോന്നലുണ്ട് ഇവിടെ ചോദിക്കാനും പറയാൻ ആളില്ലെന്ന്. അത് അവരുടെ തോന്നല. സാധാരണക്കാരന്റെ ശമ്പളം മേടിച്ച് ജീവിക്കുമാര്. അത് തന്നെ സാർ, ഇത് സംഭവിച്ച വലിയ അനാസ്ഥയാണ്. 2 മണിക്കൂർ 3 മണിക്കൂർ താമസിച്ചു ഈ ആശുപത്രി. ആ ഒരു ഇത് കൊണ്ട് മാത്രമാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഒരു ചെറുപ്പക്കാരൻ 2 വയസ്സ് പെൺകുട്ടിയുടെ അച്ഛനാണ് മരിച്ചത്. 27 വയസ്സുള്ള ചെറുപ്പം സാറിന് ആലോചിച്ചു. പോലീസിനെ നിസ്സാരവൽക്കരിക്കാതെ സാറേ, 27 വയസ്സ് നടന്നാ സാറേ വന്നത്. 3 മണിക്കൂർ കഴിഞ്ഞ് പയ്യൻ മോർച്ചറിയിലാണെന്നാ പറയുന്നത്. ഒരു കുട്ടിയുണ്ട്, ഒരു ഭാര്യയുണ്ട്. ആര് പറയുന്നതിന് മറുപടി? ഇവിടെ ആരെങ്കിലും ചോദിക്കാനും പറയാനുണ്ടോ? സ്ഥിരം പതിവായത് ഈ ആശുപത്രി, സ്ഥിരം പതിവായി. ഇന്നത്തെ ഒരു വിഷയമല്ല മാത്രം. ഒരു സമയത്ത് ഞങ്ങൾ ഇത് ജില്ലാ ആശുപത്രി ആക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. ഇതൊരു പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ നിലവാരത്തിലെങ്കിലും ഉയർത്തുന്നത് ഞങ്ങൾ പാരസെറ്റമോൾ വാങ്ങിയ പിരിക്കാക്കി മാത്രം മാറ്റുകയാണ്. അല്ലെങ്കിൽ ജില്ലാ ആശുപത്രി ആക്കണമെന്ന് ഒരാൾ അപകടം പറ്റി വരുമ്പോൾ മിനിമം 1.5 മണിക്കൂർ സമയം കൊണ്ട് വേറെ കൊണ്ട് ജീവൻ രക്ഷപ്പെടുത്തറേ. ഇത് ഒന്നെങ്കിൽ പൂട്ട്, ഈ ആശുപത്രി പൂട്ട്. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഡോക്ടർമാരാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് സംശയമുണ്ട്. രാജമാരായിരിക്കും, പിന്നെ അറിയാൻ വയ്യാതെ ഇങ്ങനെ ചെയ്യും. രാത്രി ഡോക്ടർമാരില്ല, മരുന്നില്ല, വെളിയിൽ നിന്ന് മേടിച്ചോണ്ട് കൊടുക്കണ സിറിഞ്ച് സ്വകാര്യ ആശുപത്രിക്ക് വേണ്ടിയാണ് സാറേ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് അറിയാതെ ഇവിടെ ചില ആശുപത്രി ഉണ്ട്, ഇവിടെ ചികിത്സ കൊടുക്കത്തില്ല. ഡോക്ടർ അഞ്ജു, ഡോക്ടർ സന്തോഷം, അവരെ ബന്ധപ്പെടണം. ഡോക്ടർ അഞ്ജുവിനെ ഡോക്ടർ സന്തോഷം ബന്ധപ്പെടണം. എന്താ സംഭവിച്ചു സാർ തിരക്കണം. അല്ല, ഞങ്ങൾ അങ്ങോട്ട് കയറി ഓണം ഉണ്ടാ, ഞങ്ങൾ അങ്ങോട്ട് ഇല്ല. അവരുടെ കൂടെ ഇത്ര ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റ് ഇരിക്കുന്ന സൂപ്രണ്ട് അവിടെ പോയി കൃത്യസമയത്താണ് ശമ്പളം മേടിക്കുന്നുണ്ട്. അതെനിക്കറിയാം. കൃത്യസമയത്ത് ഞങ്ങൾ കൊടുക്കുന്ന ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ഇവിടെ ഒരു സാധാരണക്കാരൻ വന്ന് സാറേ ഒരു പരാതി പറഞ്ഞാൽ ഇവിടെ കുറച്ച് സെക്യൂരിറ്റിമാരുണ്ട്, അല്ലെങ്കിൽ പോലീസ് വരും, പരാതിക്കാരനെ അറസ്റ്റ് ചെയ്യുക, പരാതിക്കാരനെ കേസെടുക്കുക, സെക്യൂരിറ്റിക്കാർ ബാക്കിൽ കൊണ്ടുപോയി ഇടിക്കുക. അതുകൊണ്ട് ഇവിടെ പരാതി പറയാൻ ആളില്ല. ഒരു പ്രശ്നം ഉണ്ടായി, ഇവിടെ ഒരു പരാതി പറയാനൊക്കത്തില്ല. ആരും ഉത്തരവാദിത്വം പറയത്തില്ല, ആരും ചോദിക്കാൻ വരത്തില്ല. പോലീസാ വരുന്നത്. പറയണ്ടേ ഇവിടെ എന്താ സംഭവിച്ചത്? സൂപ്രണ്ട് പറയണ്ടേ? ഇവിടെ എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ കേസാ. മാധ്യമങ്ങളെ കേട്ടത്തില്ല, ഒരൊറ്റ മാധ്യമങ്ങളെ അകത്തോട്ട് കേട്ടത്തില്ല. അപ്പോഴേ അവർക്ക് കേസാ. ഒരു അക്ഷരം മിണ്ടിയ നമ്മളെ കഴിഞ്ഞ ഒരു എക്സ്റേ ഇല്ലാത്ത വിഷയം ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതെന്തോ ആർക്കും ആര് ശബ്ദം ഉയർത്തുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. സാറേ, ഈ തർക്കം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ അധികൃതരാണ്. ഇത് നഗരസഭയ്ക്ക് കീഴിലുള്ള ഒരു സ്ഥാപനമാണിത്. ഇവിടെ സൂപ്രണ്ടുണ്ട്, സർക്കാരിന്റെ സ്ഥാപനമാണ്. ഞങ്ങൾ കൊടുക്കുന്ന നികുതിയിൽ നിന്ന്, ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും കൊടുക്കുന്ന നികുതിയിൽ നിന്നാണ് ഇവന്മാർ ശമ്പളം മേടിക്കുന്നത്. എന്ത് പറ്റിയെന്ന് ഇവന്മാർ പറയാൻ ഇവന്മാർ തയ്യാറാവണം. വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കുക. പറയൂ. ചുമന്നുടുപ്പിട്ട് അവരുടെ ബന്ധമുണ്ടല്ലോ ചേട്ടൻ. ആ ചേട്ടനെ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ കാണിച്ചു. ഞങ്ങൾ 11 മണിയോട് വെയിറ്റ് ചെയ്യുമോ? ഇതുവരെ ആരും തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർ എന്താണ് ചാർജ്? സൂപ്രണ്ട് ഉണ്ടോ ഡോക്ടർ ഇവിടെ? ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു മാഡം? അല്ലല്ലോ. ഞങ്ങളുടെ 4 മണിക്ക് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ നടന്നു വരുന്നു. കടിച്ച പാമ്പിനെ കൊണ്ട്, ഒരു പാമ്പ് കടിയേറ്റ് നടന്നു വരുന്നു. 3 മണിക്കൂറിന് ശേഷം അധികൃതർ പറയുന്നു ആ പയ്യൻ മരിച്ചു എന്ന്. മോർച്ചറിയിലാണ് പിന്നെ കാണുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ഞങ്ങൾക്ക് 27 വയസ്സേ ആ ചെറുപ്പക്കാരനുള്ളൂ. ഒരു കൊച്ചുണ്ട്, 1.5 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്. എന്താ സംഭവിച്ചത്? സെക്യൂരിറ്റി ഒന്നും നടക്കത്തില്ല. ഇതൊരു അവരെ ഒരു അധികാരികൾ വരാതെ ഡ്യൂട്ടി ചെയ്തു ഡോക്ടറെ കൊണ്ടിട്ട് എന്താ പറയാ? മറുപടി പറയാൻ എന്താ പറയാ? ശരി മാഡം പറയും, മാഡം പറയും. കാര്യം ഞാൻ പറയട്ടെ.
കാര്യം ആള് ഇവിടെ കാഷ്വാലിറ്റിയിൽ എത്തിയിരിക്കുന്നത് 4:50-നാണ്. ആള് വന്ന സമയത്ത് കടിച്ചത് ക്രേറ്റ് എന്ന് പറയുന്നത്, ക്രേറ്റ് അറിയാലോ, നമ്മുടെ ഞരമ്പിനെയൊക്കെ ബാധിക്കുന്നത്, തലച്ചോറിനെ ബാധിക്കുന്നത്, വളരെ പെട്ടെന്ന് ബാധിക്കുന്നത് അങ്ങനത്തെ ഒരു പാമ്പാണ് കടിച്ചിരിക്കുന്നത്. വന്നപ്പോൾ തന്നെ ആൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, അതായത് ആൾ കണ്ണടഞ്ഞ് പോവുക, ഓൾറെഡി റെക്കോർഡ്സിലെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ആളെ അപ്പോൾ തന്നെ ഐസിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രതിരോധ മരുന്നുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഈ ഞരമ്പിനെ അത് കുറയ്ക്കാനുള്ള നിയോസ്ട്രിപ്റ്റിൻ എന്ന് പറഞ്ഞ മരുന്ന് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ASV എന്ന് പറയുന്നത് മറ്റേ ആൻറ്റി സ്നേക്ക് മരുന്നും അതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. 10 വയലിൽ സ്റ്റാർട്ട് ചെയ്യാം. പേഷ്യൻ്റെ അടുത്ത് ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്ത് ആ സമയത്ത് തന്നെ സംസാരിച്ചിരുന്നു. അവരുടെ കൺസെൻ്റ് എടുത്തിട്ട് തന്നെയാണ് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത്. ആ പേഷ്യൻറ്റിനെ അപ്പോൾ തന്നെ റെഫർ ചെയ്യുവാണെങ്കിൽ ആൾ ഓൺ ദ വേ പോകും. മനസ്സിലായില്ലേ? അത്രയും ടോക്സിറ്റി ആയിട്ടാണ് ആൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ള മരുന്ന് എന്ന് പറയുന്നത് ആൻറ്റി സ്നേക്ക് മരുന്ന്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും മെഡിക്കൽ കോളേജിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ മരുന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അത് നമ്മൾ അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു. കാര്യം ആ മരുന്ന് ഇട്ടുകൊണ്ട് ആംബുലൻസ് വിടാൻ പറ്റില്ല. കാര്യം ആ മരുന്ന് എന്ന് പറയുന്നത് XX ബോർഡ് എന്ന് പറയും. ശരിക്കും റിയാക്ഷൻ വരുന്നതാണ്. ആ സമയത്ത് തന്നെ പേഷ്യൻ്റ് BP വരാം, സിവിയറായിട്ട് അലർജി വരാം. അപ്പോൾ അതുകൊണ്ട് മോണിറ്റർ ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഡോക്ടർ കൂടെ നിന്ന് മരണം സംഭവിച്ചത് 5 മണിക്ക് ആന്റിവനം കൊടുത്തതിന് ശേഷം പറയട്ടെ, ആന്റിവനം കൊടുത്തതിന് ശേഷം ബന്ധുക്കളോട് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന്. ആന്റിവനം കൊടുത്തതിന് ശേഷം ഡോക്ടർ ബന്ധുക്കളോട് നേരിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല. ഡോക്ടർ റിലേറ്റീവ് 3 മണിക്കൂറോ 7 മണിക്കാണ് മരണം സംഭവിക്കുന്നത്. പാരസ്റ്റമോൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഒറ്റ വയലിൽ കൊടുക്കുന്നതല്ല, നമ്മൾ ഡ്രിപ്പ് ഇഞ്ചക്ഷൻ ആയിട്ട് 1.5 മണിക്കൂർ ആയിക്കോട്ടെ ഡോക്ടറെ, ഇഞ്ചക്ഷൻ ആണ്. ആയിക്കോട്ടെ, മരണപ്പെടുന്ന 4 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ 3.5 മണിക്കൂറിന് ശേഷം 4 മണിക്ക് വന്ന് പാമ്പെടുത്ത് വന്നാൽ 7 മണി വരെ അത് ആശുപത്രി പിഴവല്ല. ഈ മരുന്ന് കൊടുക്കുന്ന 3 മണിക്കൂർ വേണമെന്ന് മാഡം കൈപ്പടൽ എഴുതരാോ? മാഡത്തിന്റെ 3 മണിക്കൂർ വേണമെന്ന് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു തരാമോ? കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞങ്ങളോട് ബന്ധുവാണ് കൊണ്ടുവന്ന ആളാണ് ഡോക്ടർ പറഞ്ഞു കണ്ണടങ്ങി വന്നെന്ന് പറഞ്ഞു. പുള്ളി വന്നു, ബൈക്കിൽ ഇറങ്ങി നടന്നാണ് അങ്ങോട്ട് കയറുന്നത്. അതിനുശേഷം ആന്റിവനം എടുത്തിട്ട് 1 മണിക്കൂറിന് ശേഷം ഡോക്ടർ അവരുടെ ബന്ധുക്കളോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ലെന്ന് നിങ്ങൾക്ക് 1.5 മണിക്കൂറിന് ശേഷം ബന്ധുക്കൾ പറഞ്ഞു ഇവിടെ പറ്റത്തിൽ റെഫർ ചെയ്യാൻ പറഞ്ഞു. വീണ്ടും 1.5 മണിക്കൂറോടെ പിടിച്ച് കിടത്തി. ഒരു 27 വയസ്സുകാരൻ്റെ ജീവനിട്ടാണ് ഇവന്മാർ ഇവിടെ കളിച്ചതെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു 27 വയസ്സുകാരൻ്റെ ജീവനിട്ടാണ് ഇവന്മാർ ഇവിടെ കളിച്ചത്. പേര് പറയും, ഡോക്ടർ പേര് പറയും. ഇവിടെ ഉണ്ടല്ലോ ഈ ഡോക്ടർ എന്താ മാഡം എന്തിന് മറച്ചു വെക്കുന്നു? എന്തിന് മാഡം മറച്ചു വെക്കുന്നു? ആ ഡ്യൂട്ടിയുള്ള ഡോക്ടർ ആരൊക്കെ പറയൂ? ഡോക്ടർ അഞ്ജു ആണ് ഡ്യൂട്ടി ഉള്ളത്. മാത്രം വേറെ ഡോക്ടർ സന്തോഷം ഉണ്ടായിരുന്നു? സന്തോഷ് ഡോക്ടർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ അപ്പോൾ ഡോക്ടർ അഞ്ജുവിന്റെയും സന്തോഷിന്റെയും അനാസ്ഥ കൊണ്ടാണ് ഡോക്ടറിനെ അവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. കാരണം ഡോക്ടർ പറഞ്ഞു കണ്ണടച്ച് പേഷ്യന്റ് ആകെ പ്രശ്നമുണ്ടാവുന്നത് അല്ല, അയാൾ നടന്നു കയറുമായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. രണ്ടാമത് 1.5 ആന്റിവനം കൊടുത്തതിന് ശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെയും പ്രശ്നം ഉണ്ടായിരുന്നു. 3 മണിക്കൂർ വീണ്ടും വൈകിപ്പിച്ചു. 1.5 മണിക്കൂർ വൈകിപ്പിച്ചു. കൂടെ ഉണ്ടായിരുന്ന മാഡത്തിനെ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടേക്കൊക്കെ ഇതിങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടേക്കാണ്. അല്ല ഒന്നുമില്ല, ഇവിടെ തീരുന്ന വിഷയമല്ല. സൂപ്രണ്ട് ഒരു സ്ഥാപനമാകുമ്പോൾ ഇത്രയും വലിയ സ്ഥാപനമാണ്. സൂപ്രണ്ട് വേണ്ട, അയാൾ കൃത്യമായി ശമ്പളം വാങ്ങുന്ന പറയട്ടെ, ഇത്രയും കൃത്യമായി ശമ്പളം വാങ്ങുന്ന സൂപ്രണ്ട് എന്ത്? ഞാനൊരു 4-5 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. സൂപ്രണ്ടിനെ കണ്ടിട്ടേ എല്ലാ ദിവസവും ലീവാ. 11 മണി ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 11 മണിക്ക് ശേഷമായിരിക്കും അയാൾ അവിടെ ലീവ് രജിസ്റ്റർ കൈകാര്യം ചെയ്തേക്കുന്നത്. കാരണം ഓൺ ഡ്യൂട്ടിനായിരിക്കും അയാൾ ഇപ്പോൾ എഴുതിയത്. പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ്. ഒരു മനുഷ്യനില്ല എവിടെ പോയില്ല. പിന്നെ ഒരു കാര്യം ഡോക്ടർ ഇവിടുത്തെ ഡോക്ടർമാർക്ക് ഒരു വിചാരമുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഇവിടുത്തെ സെക്യൂരിറ്റിമാരും പോലീസോടെ വന്ന് സംരക്ഷിച്ചുകൊണ്ട് ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് എന്തും ചെയ്യാൻ തെറ്റാണെന്ന് അവർ എന്തുകൊണ്ട് വിട്ടുകൊടുത്തില്ല? അവർ എത്ര പ്രാവശ്യം പറഞ്ഞില്ല ആംബുലൻസ് വേണം എന്ന് പറയുന്നത്? ഇവിടെ ഉള്ള ആംബുലൻസ് ഉണ്ടായിരുന്നില്ല, അത് വിട്ടുകൊടുക്കാൻ പോലത്തെ പുറത്തുനിന്നാണ് അവർ വിളിക്കേണ്ടത്. ആരോഗ്യ ട്രിപ്പ് തീർന്നിട്ട് ആംബുലൻസ് കൊണ്ടുവന്ന് പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ ഇതൊരു തർക്കത്തിന് വേണ്ടി പറയുന്നതല്ല. ഞങ്ങൾ തർക്കം 27 വയസ്സുകാരൻ്റെ ഒരു ജീവനാണ് പോയിരിക്കുന്നത് 3 മണിക്കൂറിനിടയിൽ. ആ ചെറുപ്പക്കാരൻ വന്നത് നടന്നാണ്. ഞങ്ങളുടെ കൺസേൺ പറയുക, നടന്നാണ് ചെറുപ്പക്കാരൻ വന്നത്. ആന്റിവനം കൊടുത്തതിന് ശേഷം 1.5 മണിക്കൂറിന് ശേഷം ഇവർ നോക്കിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. വീണ്ടും 1.5-2 മണിക്കൂർ ശേഷമാണ് മരണപ്പെടുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മുകളിലേക്ക് ഹോസ്പിറ്റൽ ഇല്ലേ ഡോക്ടറെ? ഒന്നര മണിക്കൂർ റിയാക്ഷൻ വരുവാണെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂർ വരും. കാര്യം ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് അതിനുള്ള പ്രതിരോധ മരുന്ന് കൊടുത്തിട്ട് അങ്ങനെയാണ് ASV കൊടുക്കുന്നത്. ആ ഇഞ്ചക്ഷൻ കൊടുത്ത് ത്രൂ ഔട്ട് ആ ഇഞ്ചക്ഷൻ്റെ സമയത്ത് ആൾക്ക് ഇഷ്യൂ. കാര്യം ഒരു 500 ml ആളുടെ ദേഹത്ത് പോയിക്കൊണ്ടിരിക്കുവാണ്. 500 ml വയലിനകത്താക്കി 10 വയൽ 500 ml
ട്രിപ്പിനകത്ത് ആക്കിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ചില സമയത്ത് ചിലർക്ക് 2 മണിക്കൂർ വരെ എടുക്കും. മാഡം ചിലരുടെ നമുക്ക് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ അത് പറഞ്ഞാൽ ഇന്ത്യ മാഡം വെറുതെ ഈ മറ്റു കാര്യങ്ങൾ പറയേണ്ട ആവശ്യം ഞങ്ങൾ സത്യസന്ധമായ കാര്യമാണ്. ഡോക്ടറിനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. ഡോക്ടറിനെ ഈ പറഞ്ഞ ഡോക്ടർ മാറ്റി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടറോട് അവർ പറഞ്ഞത്, ഡോക്ടറോട് അവർ അവശ്യ നിലയിലാണ് പേഷ്യന്റ് വന്നതെന്നാണ് ഡോക്ടറിനോട് മറ്റേ ഡോക്ടർ അതാണ് കണ്ണടഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം വന്നത് ഒരു ബൈക്കിൽ നടന്നാണ് വന്നത്. നരഹത്യക്ക് കേസ് എടുക്കണം, അതേ ഉള്ളൂ ഞങ്ങളുടെ ആവശ്യം. ഇത് ഇനി ഉണ്ടാവരുത്. ഇനി ഒരാൾക്ക് ഒരു കുടുംബത്തിന് ഒരു ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടിരിക്കുക, ഒരു കുട്ടിക്ക് ഒരു പിതാവ് നഷ്ടപ്പെട്ടിരിക്കുക. ഇനി ഒരാൾക്ക് ഇത് ഉണ്ടാവരുത്. കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം അവരെ അറസ്റ്റ് ചെയ്യാം. ഡോക്ടറെ കൊണ്ടുവന്ന ബന്ധുവാണ്, വണ്ടിയിൽ കൊണ്ടുവന്ന ബന്ധുവാണ്. ഡോക്ടറിനെ പറഞ്ഞ അവര് തെറ്റിദ്ധരിപ്പിച്ചാണ്. ഡോക്ടറിനെ സന്തോഷം അറസ്റ്റ് ചെയ്ത് അവരെ നിയമത്തിന് വിധേയമാക്കണം. കാരണം എന്താ അവർക്ക് എന്തോ ആവാമോ? ഇതെന്തോ ഡോക്ടർമാർ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ്, ജീവൻ എടുക്കാനുള്ള ആൾക്കാരല്ല അല്ലേ? അപ്പൊ ഇവിടെ ഒരു സംവിധാനവും ഇല്ല. പരിഗണന പോലും ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഈ ഡോക്ടറിനോട് ചികിത്സ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞു അവശനായിട്ട് വന്നു എന്നുള്ളതാണ്. അല്ല ഡോക്ടറെ അല്ല. 3 മണിക്കൂർ എന്ത് ചെയ്തു? 3 മണിക്കൂർ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ തിരക്കിട്ട് വന്നിരിക്കുന്നത് വെറുതെ നിൽക്കില്ലല്ലോ. അറിയാവും, ഞങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ട്. തിരക്കി ഞങ്ങൾ പഠിച്ചിട്ട് അവിടെ നിൽക്കുന്നത്. 1.5 മണിക്കൂർ മാക്സിമം. അല്ല എന്നിട്ട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു, ബന്ധുക്കളോട് പറഞ്ഞു എന്തുകൊണ്ടാണ് കുഴപ്പമില്ലെന്ന്. വീണ്ടും 1.5 മണിക്കൂർ 2 മണിക്കൂർ വീണ്ടും 1.5 മണിക്കൂർ സംഭവിച്ചു. ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞുള്ള 1.5 മണിക്കൂർ എന്ത് ഡിലേ സംഭവിച്ചു? ആ ഡിലേ ആണ് ഈ മരണത്തിന് കാരണം. ചോദ്യത്തിന് ഡോക്ടറില്ല, സംശയമില്ല, മറുപടിയില്ല. ഡോക്ടറിന് മറുപടിയില്ല. 27 വയസ്സുകാരന്റെ മരണം ഒരു കൊച്ചിനെ അച്ഛനില്ലാതാക്കിയതിന്റെ ഉത്തരവാദിത്തം പറയണം. അത് പറയാം. സന്തോഷം അവരൊക്കെ ഓണമായിരിക്കും. അപ്പൊ ഒരു കുടുംബം നഷ്ടപ്പെട്ട എന്താ? ഒരു മകനെ നഷ്ടപ്പെട്ടു, ഒരു ഭർത്താവിനെ നഷ്ടപ്പെട്ടു, ഒരു പിതാവിനെ നഷ്ടപ്പെട്ടു. ആ സൈക്കിൾ നിങ്ങൾ ഉത്തരവാദിത്തം പറയോ? അല്ല അതിന്റെ പ്രൊസീജിയേഴ്സ് അപ്പൊ എന്തു ആവാ ഇവിടെ? എന്താ പറയാ, ഒരു പരിഗണന ജീവനം പരിഗണന കൊടുക്കാത്ത ആശുപത്രി. ഇവരുടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. കാരണം എന്താണെന്നറിയാമോ? ഇവര് പറയുന്നേ ഫുള്ള് വിഷം ബാധിച്ച് വന്ന വ്യക്തിയാണെന്ന്. ആ പയ്യനെ ബൈക്കിന്റെ പുറവിൽ ഇരുത്തി നടന്നു കയറിപ്പോയ ഒരു വ്യക്തിയാണ്. 70% വിഷം ബാധിച്ച ഒരു വ്യക്തി എങ്ങനെ നടന്നു കയറി? കണ്ണടഞ്ഞു വന്നാ പറയുന്നത്. നടന്നു കയറി 1.5 മണിക്കൂർ ആക്റ്റീവ് ആയിരുന്നു. പാമ്പിനെ അടിച്ചു വന്ന പാമ്പിനെയും കൊണ്ടാ വന്നത്. ഇവിടെ പോലീസുകാർ പറഞ്ഞെന്ന് അറിയാമോ? അവരവിടെ വെയിറ്റ് ചെയ്തിട്ട് താമസിച്ചാ വന്നതെന്ന്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ പോലീസും ഇവിടെ ഡോക്ടർമാരും കള്ളത്തമാണ് കാണിക്കുന്നത്. ഡോക്ടറെ ഇവിടെ എല്ലായിടും ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് മാഡം. ഡോക്ടർമാരുണ്ടല്ലോ, ഡോക്ടർമാരെ ദൈവത്തെ പോലെ കാണുന്നത്, ഡോക്ടർമാരെ ദൈവത്തെ പോലെ കാണുന്നത്, സാങ്കേതികമായി ഇവർ പറയുന്നത് പോലീസ് കേസെടുക്കും. സമയം പോലും ഇവര് പറയുന്നത് 4:30 ഉണ്ടെന്ന്, ഇവര് പറയുന്നത് 4:55 വന്ന സമയത്ത് ഒപ്പിട്ടിട്ടുണ്ടല്ലോ. ആ സമയം 5 മണിക്ക് ആ പയ്യൻ ഫോണിൽ സംസാരിച്ചു. 5 മണിക്ക് ഇത് പയ്യന്റെ അളിയനാ. അപ്പൊ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? 5 മണിക്ക് നിങ്ങൾ എടുത്ത OP ടിക്കറ്റ് കയ്യിലുണ്ടോ? പയ്യൻ അന്നേരം എടുത്ത OP ടിക്കറ്റ് OP എടുക്കണ്ടോ? എന്നെ ഇവിടെ ഇവരുടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 5 മണിക്ക് പയ്യൻ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. CCTV ക്യാമറ ഉണ്ട്, സമയം നമുക്ക് എടുക്കാം. ഉണ്ടല്ലോ, എടുക്കണം. എടുത്താൽ മാത്രം നടപടി എടുക്കണം. ഇത് നടപടി എടുത്തിട്ട് 5 മണിക്കാണ് അവന്റെ അളിയനെ ഫോണിൽ ഞങ്ങൾ എത്ര നേരം വെയിറ്റ്? ഇവർക്കാരെ കേസെടുക്കുന്ന കാര്യം ഞങ്ങൾ എന്ത് വെയിറ്റ്? ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം. നിയമപരമായുള്ള നടപടി. കേസെടുക്കുന്നത് അസ്വാഭാവിക മരണം അതെന്തിനു പറഞ്ഞു സാറേ? ഇവരുടെ പോലീസിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞതിന് ഇത് കഴിഞ്ഞിട്ടെല്ലാം പറയാൻ പറ്റൂ നെഗ്ലിജൻസ് ഉണ്ടോ എന്നുള്ളത്. അതനുസരിച്ച് കേസ് നടത്തരാം. ഇന്ന് തന്നെ നടക്കും. അവര് ചികിത്സിക്കാൻ കൊടുത്ത താമസമാണ്, ചികിത്സയ്ക്ക് പറ്റാത്ത പിഴയാണ് ആ കൊച്ചിന്റെ ജീവൻ പോയത്. താമസം കൊണ്ടാണ് മരണം സംഭവിച്ചത്. അത് മോറലായിട്ട് സാറെങ്കിലും സമ്മതിക്കണം. 27 വയസ്സുള്ള ചെറുപ്പക്കാരാണ്. ഡോക്ടർ പ്രതിയായിട്ടുള്ള അവരെ എപ്പോൾ പ്രതി ചേർക്കും?
അത് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് കഴിയുമല്ലോ. ഇന്ന് കഴിയുമ്പോൾ നടപടി ഈ 5 പേർക്കെതിരെ നടപടി എടുക്കും. ഞങ്ങൾ ഇന്ന് തീരത്തില്ല. ഇത് ഇന്നുണ്ടെന്നല്ല ഒരിക്കലും ഈ ആശുപത്രി നേരെയാക്കാൻ ഞങ്ങൾ പോകത്തില്ല. അത് ഉറപ്പിച്ച കാര്യം. ഒരു പല തവണയായി കൊല്ലാൻ വേണ്ടി ആശുപത്രി ഇവിടെ ഇരിക്കുന്ന ഗുണ്ടകൾക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കരുത്. അത് ഞാൻ പറഞ്ഞേക്കാം. ഇതിനകത്ത് ഗുണ്ടകളാണ് പോലീസ് നേരെ കൈകാര്യം വന്നു. ഇവിടെ പാമ്പ് കടിയേറ്റ് വന്ന ഉടനെ അത് നടന്നാണ് കയറിയിട്ടുള്ളത്. അവിടെ പ്രാഥമിക ചികിത്സ നൽകിയെന്നാണ് അവർ പ്രതിപാദിക്കുന്നത്. ആന്റിവന ഉൾപ്പെടെയുള്ള മരുന്ന് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതിന് മാക്സിമം ഞങ്ങൾ പല ഡോക്ടർമാരെ തിരക്കി മാക്സിമം 1.5 മണിക്കൂർ 4 മണിക്ക് വന്ന ഒരു പേഷ്യന്റ് ആന്റിവന നൽകിയിട്ടുണ്ടെങ്കിൽ 1.5 മണിക്കൂർ വരെ അവിടെ കിടക്കണമെന്നാണ് ഒരു ഇത് പറയുന്നത്. അപ്പോൾ ആ 1.5 മണിക്കൂർ കഴിഞ്ഞ് എന്താ പറയുക നമ്മുടെ ഈ പയ്യന്റെ ഈ യുവാവിന്റെ നില വഷളായെ തുടർന്ന് ബന്ധുക്കൾ അറിയിച്ചു നില വഷളാകുന്നു എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഒരു നടപടി ഇവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ അഞ്ജു സന്തോഷ് ഡ്യൂട്ടി ഡോക്ടർമാർ ഒരു പരിഗണന കൊടുത്തിട്ടില്ല. ഒരു മനുഷ്യന്റെ ജീവന് ഒരു പുല്ല് വില പോലും കൊടുക്കാതെ അവർ നോക്കാതെ അവർ ബന്ധുക്കൾ കാല് പിടിച്ചു നില വഷളാകുന്നു എന്ന് അറിയിച്ചത് ഒരു നടപടി സ്വീകരിക്കാതെ അവസാനം 1.5 മണിക്കൂർ താമസം ഉണ്ടായി. എന്നിട്ട് അവസാനം 1.5 മണിക്കൂർ അവസാനം മരണത്തിന്റെ വക്കിലെത്തിയപ്പോഴാണ് അവർ ശരി റഫറി എന്നാ റഫറി അവർക്ക് മനസ്സിലായി ഏത് നിമിഷം മരണപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ റഫറി ചെയ്യാൻ തയ്യാറായത്. അപ്പോൾ അത്ര അനാസ്ഥ ഈ ആശുപത്രി ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് അനുവദിക്കാൻ ഇത് വെച്ച് ഉറപ്പിക്കാൻ തയ്യാറല്ല ഞങ്ങൾ. കാരണം 1-2 സംഭവങ്ങളല്ല, ഈ താലൂക്ക് ദിനം പ്രതി വിഷയങ്ങളാണ്. ഇത് ഈ ആശുപത്രി പൂട്ടണം. ഇവിടെ പനിക്ക് വേണ്ടി മാത്രം വരുന്ന ഒരു പാരസെറ്റമോൾ വാങ്ങിക്കാൻ വരുന്ന ഒരു ക്ലിനിക് ഹെൽത്ത് ചെറിയൊരു പ്രൈമറി ഹെൽത്ത് സെൻ്ററായിട്ട് മാത്രം ഇതിനെ പേര് വെച്ച് മാറ്റണം. കാരണം അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ജീവൻ നഷ്ടം ഇവിടെ ജീവൻ രക്ഷിക്കാൻ പ്രതീക്ഷയിൽ വരുമ്പോൾ ഇവിടെ ജീവൻ രക്ഷിക്കാനാകാതെ മരണം സംഭവിക്കുകയാണ്. അതുകൊണ്ട് ഈ ആശുപത്രിയിലെ മറ്റു സംസ്ഥാനം അടച്ചുപൂട്ടിക്കൊണ്ട് ഈ ആശുപത്രി പൂട്ടണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇനി ഒരു യുവാവിനോ ഒരാൾക്കും ഒരു പാവപ്പെട്ടവനും ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഈ ആശുപത്രി ഡോക്ടർമാർക്കെതിരെ ഈ അനാസ്ഥ കാരണം ജീവൻ പൊളിച്ചിട്ടുള്ളതാണ്. ഈ അനാസ്ഥ കാണിച്ച ഡോക്ടർമാർക്ക് നിയമ നടപടി ഉണ്ടാവണം. അല്ലെങ്കിൽ ഇത് BJP ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ആരംഭിക്കുക. സംശയമില്ല. ഈ ആശുപത്രി എല്ലാവർക്കും അറിയാം, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എന്നും പ്രശ്നങ്ങളാണ്. ഇവിടെ ഒരു അടിസ്ഥാന സംവിധാനങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് ഈ യുവാവിന്റെ മരണം വലിയൊരു ഓണ ദിവസങ്ങളിൽ ഈ പറഞ്ഞ ഡോക്ടർമാർ ഓണം ഉണ്ണ വീട്ടിലിരുന്ന് കുടുംബത്ത് ഓണം ഉണ്ണ അപ്പോഴാണ് ഒരു കുടുംബത്തിന് ഒരു അത്താണി നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ വിഷമം ആര് മനസ്സിലാക്കും? അവർ പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ നിയമം കൈയെടുക്കേണ്ടി വരും ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ ഈ സംഭവത്തെ വെറുതെ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെട്ട സംഭവം, ഒരു യുവാവ്, ഒരു 2 വയസ്സുള്ള പെൺകുട്ടിയുടെ പിതാവ്, ഇവർക്ക് കൊടുക്കാൻ സാധിക്കുമോ? ഈ പറഞ്ഞ ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ അധികൃതർക്ക് ആ കുട്ടിയുടെ പിതാവിനെ തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? സാധിക്കത്തില്ല. അത്രത്തോളം ദുഃഖകരമായ സംഭവമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. കൃത്യമായ നടപടി ഉണ്ട്. അവർ ന്യായീകരിക്കും. അവർക്ക് സസ്പെൻഷൻ കിട്ടരുത്, അവർക്ക് ഡിസ്മിസൽ കിട്ടരുത്, അവർക്ക് നടപടി ഉണ്ടാകും. അപ്പോൾ അവർ എന്ത് ന്യായം അതെല്ലാം കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ചാണ് ഒരു ഡോക്ടർ ഇവിടെ വിട്ടിട്ടുള്ളത്. അപ്പോൾ അവർ ന്യായീകരിക്കും. സ്വാഭാവികം. അതിനൊരു അസ്വാഭാവികതയില്ല. അവരുടെ സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ ന്യായീകരിക്കും. അത് വളരെ വില കുറഞ്ഞ രീതിയിലുള്ള ന്യായീകരണമാണ്. 3 മണിക്കൂർ ഡിലേ വന്ന് ഞങ്ങൾ ചോദിച്ചിട്ട് ആ ഡോക്ടർക്ക് മറുപടി ഇല്ല. കാരണം ഇത് പറഞ്ഞ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ കൃത്യമായി മറുപടി പറയാൻ സാധിക്കുന്നില്ല അവർക്ക്. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ, കുന്നിക്കോട് SHOയും കൊട്ടാരക്കര SI അടക്കമുള്ളവർ അവർ ഇന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കഴിഞ്ഞിട്ട് കേസെടുക്കുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. എത്ര കേസെടുത്താലും ആ കുടുംബത്തിൽ നഷ്ടപ്പെട്ടത് അത്താണിയാണ്. ഒരു പിഞ്ചു കുഞ്ഞിന് അച്ഛനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഒരു പെൺകുട്ടിക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാവരും പ്രതികരിക്കണം. ഈ നാട്ടിലെ പൊതുജനങ്ങൾ പ്രതികരിക്കണം. ഈ ആശുപത്രി ഇനി ഒരാൾക്ക് ഈ ഗതി ഉണ്ടാകരുത്.